എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ലൂഫിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആക്ച്വലി ഇവാന് അവനും ആ ഡെവൽ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡെവൽ ഫ്രൂട്ട് ആണ് അവൻ കഴിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിനെ ആണാക്കി മാറ്റാനും ആണിനെ പെണ്ണാക്കി മാറ്റാനും വലിയ അപകടങ്ങളിൽ നിന്ന് ഹീൽ ചെയ്യാനും അങ്ങനെയുള്ള ഒരുപാട് കഴിവുകൾ അവനുണ്ട്. ഒരാളുടെ ബോഡി സ്ട്രക്ചർ, കളർ, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഇമോഷൻസ്, എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡാൻസർ ആണെങ്കിൽ ഇതൊക്കെ കേട്ട് അങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണ്. ഇതൊക്കെ സത്യമാണോ അതോ എന്റെ വെറും തോന്നലാണോ? ഇവൻ അവന്റെ കൈമടക്കി ഡാൻസറിന്റെ മുഖത്തിന് ഒറ്റ കിട്ടി. ഇത് സത്യം തന്നെയാണ്. ജയിലിൽ നിന്ന് കാണാതായിട്ടുള്ള എല്ലാ പ്രിസണേഴ്സും അവരിവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയുള്ള സ്പേസ് അത് ഈ ജയിലിൽ തന്നെ കണ്ടെത്തി. ആക്ച്വലി ഈ ജയിലിലുള്ള എല്ലാ ലെവലിൽ നിന്നും ഇവിടേക്ക് വരാനുള്ള ആക്സസ് ഉണ്ട്. പക്ഷെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ അത് കണ്ടെത്തി ഇവിടേക്ക് വരാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിനുള്ള ഒന്നാമത്തെ വഴി അതാ ഫസ്റ്റ് ലെവലാണ്. പിന്നീടുള്ളത് ആ മോൺസ്റ്റേഴ്സ് അലയുന്ന ആ ഒരു ലെവല്, അവസാനമായിട്ട് മോർച്ചറി, അത് കണക്ട് ആയിരിക്കുന്ന ആ ഒരു വഴി. ആക്ച്വലി ആ മോർച്ചറി കണക്ട് ആയിരിക്കുന്ന വഴിയിലൂടെയാണ് ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രിങ്ക്സ്, ഫുഡ് അതൊക്കെ തന്നെ ഞങ്ങൾ അടിച്ചു മാറ്റുന്നത്. ഒരുപാട് വർഷമായി ഞങ്ങൾ ഈ നരകം പോലത്തെ ജയിലില് ഒരു സ്വർഗം ഉണ്ടാക്കി ഇവിടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഇതുവരെ നേവിക്കാർക്കോ ഒരു സോൾജിയറിനോ പോലും യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷേ ഞങ്ങൾക്ക് ആ ജയിലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് കാണാൻ കഴിയും. അതിനനുസരിച്ചുള്ള സ്നെയിലുകൾ ഞങ്ങൾ അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ആൾക്കാരുടെ ഫൈറ്റ് അതുപോലും വലിയൊരു TV ഷോ പോലെ ഇവർ കണ്ട് ആസ്വദിക്കായിരുന്നു. ഡാൻസറിനാണെങ്കിൽ അപ്പോഴും ഒരു കൺഫ്യൂഷൻ, ഇവരെങ്ങനെ ഇങ്ങനെയൊരു സ്ഥലം കണ്ടുപിടിച്ചു എന്ന്. അതിനവും പറയും, ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ, ഈ ജയിലില് ഇങ്ങനെയൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പ്രിസണേഴ്സിൽ തന്നെ പലർക്കും വലുപ്പത്തിലും ആഴത്തിലും ഒക്കെ കുഴിയെടുക്കുന്ന പവറുണ്ട്. സോ ആ പവർ ഉപയോഗിച്ച് ദിവസങ്ങളോളം അവർ കഷ്ടപ്പെട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു വലിയ ഗുഹയാണിത്. ഇവിടെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പാലസ് കെട്ടിപ്പണിതത്. ഇത് ആക്ച്വലി ലെവൽ 5നും 6നും ഇടയിലുള്ള ഒരു നേരിയ ഇടമാണ്. വാട്ട്, ലെവൽ 6ഓ? ആക്ച്വലി നമ്മുടെ ഡാൻസർ അവൻ ലെവൽ 4 വരെ മാത്രമേ കേട്ടിട്ടുള്ളൂ. ലൂഫി പറഞ്ഞപ്പോഴാണ് ലെവൽ 5നെ കുറിച്ച് അറിഞ്ഞത്. ഇപ്പൊ ഇവൻ പറയുന്നു ഇവിടെ ലെവൽ 6 ഉണ്ടെന്ന്. അവനാണെങ്കിൽ അങ്ങനെ വണ്ടർ അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവൻ ശരിക്കും, ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ, ആ ലെവൽ 6 അത് ശരിക്കും ഒരു നരകമാണ്. അവിടെയാണ് മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളെ പുറം ലോകം പോലും അറിയാതെ ലോക്ക് ചെയ്തിരിക്കുന്നത്. അവർക്കൊരിക്കലും അവിടുന്ന് പുറത്തേക്ക് പോകാനാവില്ല. അവരുടെ ജീവിത അവസാനം വരെ അവിടെ കിടന്ന് നരകിച്ച് മരിക്കണം. അതാണ് അവർക്ക് കിട്ടുന്ന ശിക്ഷ. ആക്ച്വലി നിങ്ങൾക്കൊരു കാര്യം അറിയോ, നിങ്ങൾ ഈ ചെയ്യുന്നത് മുഴുവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലെവൽ 4 വരെ എത്താൻ പറ്റില്ലായിരുന്നു. ഇവിടെ ഒരു ജയിൽ മാനേജർ ഉണ്ട്. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര പേടിയാണ്. ആള് വളരെ ടെററാണ്. പക്ഷെ ആ ജയിൽ മാനേജർ ആണെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രിസണേഴ്സിനെ കൊല്ലാൻ തുടങ്ങി. അവൻ ചെയ്തത് ഒരു വലിയ തെറ്റാണ്. അത് പുറം ലോകം അറിഞ്ഞ അത് ജയിലിൽ തന്നെ അപമാനമായി മാറും. സോ വേറെ വഴിയില്ലാതെ വാർഡൻ അവൻ ചെയ്ത തെറ്റിന് അവനെ അറസ്റ്റ് ചെയ്തു. അവനെ അടച്ചു വെച്ചിരിക്കുന്നത് ലെവൽ 6ലാണ്. അവിടെ തന്നെ കാറ്റ്ലീന എന്ന് പേരുള്ള വേറൊരു ടെററായിട്ടുള്ള പൈററ്റ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് പുറം ലോകം അറിയാതെ അവിടെ കഴിയാണ്. ഡാൻസറിനാണെങ്കിൽ ഇതൊന്നും കേട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അവസാനമായിട്ട് അവൻ വീണ്ടും പറയും, ലൂഫി അന്വേഷിച്ചു വന്നിരിക്കുന്ന അവന്റെ ബ്രദർ എയ്സ്, ആളും അതേ 6th ലെവലിൽ തന്നെയാണ് ആ നേവി സോൾജിയേഴ്സ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ലൂഫിയെ കൊണ്ട് അവന്റെ ബ്രദറിനെ രക്ഷിക്കാനാവില്ല. കാരണം ഇന്ന് 3 മണിക്ക് ആളുടെ എക്സിക്യൂഷൻ നടക്കാൻ പോവാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അവനിവിടെ കാണുകയുള്ളൂ. അതിനുശേഷം അവനിവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. ലൂഫി പഴയതുപോലെ ആവണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 ദിവസമെങ്കിലും അവന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കണം. എങ്കിൽ മാത്രമേ അവന് പഴയതുപോലെ ആവാൻ പറ്റൂ. ഡാൻസറിനാണെങ്കിൽ അതൊക്കെ കേട്ട് സഹിക്കാൻ പറ്റില്ല. കാരണം ലൂഫി ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നത് അതവന്റെ ബ്രദറിനെ രക്ഷിക്കാനാണ്. അവൻ പറയും, ഞാനും ലൂഫിയുടെ അടുത്തേക്ക് പോവാണ്, ഞാനും അവന്റെ കൂടെ തന്നെ നിൽക്കുന്നു പറഞ്ഞ് അവൻ ആ ഡോറിനടുത്തേക്ക് വരും. ചുറ്റുമുള്ളവരെല്ലാം അവനോട് പോവരുത്, അവിടെ നിൽക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി ഇപ്പൊ ലൂഫിയെ വിളിക്കാൻ തുടങ്ങും. ലൂഫി, കണ്ണു തുറക്ക്, ഇപ്പോഴെങ്കിലും നീ എഴുന്നേറ്റേ പറ്റൂ. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇവിടെ ആ സാൻഡി വില്ലത്തിയെ കാണിക്കും. അവള് ഫുൾ കലിപ്പില് വലിയൊരു ചാട്ടയെടുത്ത് അവളുടെ അസിസ്റ്റന്റ് ആനിമൽസിനെ അറഞ്ച അടിക്കുകയാണ്. കാരണം അവർ ഇതുവരെ അന്വേഷിച്ചിട്ടും നമ്മുടെ ആൾക്കാരെ കുറിച്ച് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല. അവളിപ്പോ വീണ്ടും അവരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞ് അവരെ 3 പേരെയും വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കും. അതേസമയം ഇവിടെയാണെങ്കിൽ ഒരുപാട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഡാൻസറിനെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. ഉടനെ അവരിൽ കുറച്ചു പേര് ഇപ്പൊ ഡാൻസറിനെ അന്വേഷിച്ച് ആ റൂമിലേക്ക് വരും. അപ്പൊ അവർ കാണും വായിലൂടെ ചോര തുളുമ്പി
അവനങ്ങനെ വീണ് കിടക്കുകയാണ്. പക്ഷെ അപ്പോഴും അവൻ ലൂഫിയെ വിളിച്ചു കൊണ്ടേയിരിക്കും. അവന്റെ അവസ്ഥ കണ്ട് അവര് 3 പേരും അവന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. അതിനുശേഷം അവനെ താങ്ങിയെടുത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് തയ്യാറാവും. അപ്പോഴേക്ക് ഇവാൻ അവിടേക്ക് വന്ന് അവരോട് ദേഷ്യപ്പെട്ടു പറയും, അവനെ തൊട്ടുപോരുത്, അവൻ അവിടെ തന്നെ വിട്. അവൻ ലൂഫി എൻകറേജ് ചെയ്യാണ്. ലൂഫിക്ക് ഇപ്പൊ ആവശ്യം അവന്റെ എൻകറേജ്മെന്റ് തന്നെയാണ്. എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചാൽ മാത്രമേ അവർ വന്ന ലക്ഷ്യം അത് നിറവേറ്റാൻ പറ്റൂ. അതിന് ഡാൻസറിന്റെ സഹായം അതിപ്പോ ലൂഫിക്ക് അത്യാവശ്യമാണ്. സോ ഡാൻസർ അവനെ എൻകറേജ് ചെയ്യട്ടെ, നിങ്ങൾ അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇവാനാണെങ്കിൽ അവരെ 3 പേരെയും അവിടുന്ന് മാറ്റും. ഉടനെ ഇപ്പൊ ലൂഫിയും അവനോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങും. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഡാൻസറിന് അവന് വീണ്ടും വലിയൊരു എൻകറേജ്മെന്റ് കിട്ടി. അവൻ ആ ഡോറിൽ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് വീണ്ടും അവനെ കൊണ്ട് പറ്റും പോലെ ലൂഫിയെ സപ്പോർട്ട് ചെയ്യാണ്. അവിടെ ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് അവരുടെ 2 പേരുടെയും ബോണ്ടും പരസ്പരമുള്ള സ്നേഹമൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും. അവരും ഇപ്പൊ ഡാൻസറിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഇപ്പൊ ലൂഫി എൻകറേജ് ചെയ്യാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ വാർഡനെ കാണിക്കും. അവിടേക്കാണെങ്കിൽ ഒരു സോൾജിയർ ഓടി വരികയാണ്. ബോസ്, വലിയൊരു പ്രശ്നം, നമ്മൾ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ലോക്ക് ചെയ്ത് വെച്ച ലൂഫി അവനെ ഇപ്പൊ കാണാനില്ല. ഇന്ത്യയിലുള്ള സോൾജിയേഴ്സ് ആണ് അവരെ കാണാനില്ല എന്നുള്ള ഇൻഫർമേഷൻ പറഞ്ഞത്. വാർഡനാണെങ്കിൽ അത് കേട്ട് ഒരു സെക്കൻഡ് ഷോക്കാവും. ലൂഫി എവിടെ പോകും ചിന്തിച്ച് അവനങ്ങനെ വണ്ടറടിച്ച് നിൽക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നമ്മുടെ റിയൽ ഹാനിയബാലിനെ കാണിക്കും. ആളാണെങ്കിൽ ഇപ്പോഴും ആ കയറില് അങ്ങനെ തൂങ്ങി കിടക്കുകയാണ്. അപ്പൊ അവന്റെ തൊട്ട് താഴെ ഒരുപാട് സോൾജിയേഴ്സ് വരും. അവർ ചോദിക്കും, മാസ്റ്റർ നിങ്ങൾക്ക് എന്തു പറ്റി? ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്, വായു നമുക്ക് എത്രയും പെട്ടെന്ന് അത് സോൾവ് ചെയ്യാം. ആന്യാബാലനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയില്ല. അവൻ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ ഇത് കാണുന്നില്ലേ, എന്നെ കെട്ടിയിട്ടിരിക്കുകയാണ്, ഇത് അഴിച്ച് എന്നെ സേഫ് ആയിട്ട് താഴെ ഇറക്ക്, എന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ അവരെല്ലാവരും ചേർന്ന് ലൂഫിയെ ചേറിയാണ്. കമോൺ കമോൺ ലൂഫി, ഉറപ്പായാലും നിനക്കിത് സർവൈവ് ചെയ്ത് പുറത്തു വരാൻ പറ്റും, നിന്റെ ലക്ഷ്യം അത് നീ നിറവേറ്റുന്നൊക്കെ പറഞ്ഞ് അവരിപ്പോ ലൂഫിയെ ബൂസ്റ്റ് ചെയ്യും. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് നമ്മുടെ പാവ ഏസ് അവൻ ഇപ്പോഴും ചുറ്റും എന്താ സംഭവിക്കണേന്ന് പോലും അറിയാതെ അങ്ങനെ വേദനയിൽ കിടക്കുകയാണ്. ഉടനെ അവന്റെ തൊട്ടടുത്തുള്ള ജയന്റ് ചോദിക്കും, ആ പ്രിൻസസ് പറഞ്ഞത് അത് ചിലപ്പോൾ കള്ളമായിരിക്കും, ഇത്രയും ടൈറ്റ് സെക്യൂരിറ്റി ഉള്ള പ്രിസണിലേക്കൊന്നും അവനെ കൊണ്ട് വരാനാവില്ല. അതിന് ഏസ് പറയും, ഒരു കാരണവശാലും അവൾ കള്ളം പറയാൻ ചാൻസ് ഇല്ല, അവൻ ഇവിടേക്ക് വന്നിട്ടുണ്ടാവും. ചെറുപ്പം മുതലേ ലൂഫി ഇങ്ങനെ തന്നെയാണ്, എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മുതൽ എന്നെ ടെൻഷൻ അടിപ്പിക്കും. അപ്പൊ 2 ഗാർഡ്സ് അവരിപ്പോ ഏസിന്റെ അടുത്തേക്ക് വരും. നിന്റെ സമയം അത് അടുത്തു കഴിഞ്ഞു, ഇപ്പൊ തന്നെ നിന്നെ കൊണ്ടുപോകാൻ ആൾ ഇവിടേക്ക് എത്തും. ഇനിയും ഈ നേവിക്കിടയിൽ ഒരു ഫൈറ്റ് പാടില്ല, നിന്നെ കൊന്നുകളഞ്ഞ എല്ലാ പ്രോബ്ലം സോൾവ് ആവും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഇപ്പൊ ലൂഫിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ആ ഡോറിന് പുറത്തേക്ക് ഒരുപാട് ബ്ലഡ് അതൊഴുകി വരുന്നതായിട്ട് അവർ കാണും. ആർക്കാ എന്താ പറ്റിയെന്നറിയാതെ അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അവർക്ക് മനസ്സിലാവും ഡാൻസറിന് അവന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ലൂഫി അവനായിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ടാവുക. 2 ദിവസത്തിൽ തീർക്കേണ്ട ട്രീറ്റ്മെന്റ് അത് വെറും കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തീർക്കാൻ ശ്രമിച്ചതുകൊണ്ടായിരിക്കാം അവൻ ഈ ഗതിയിലായി പോയതെന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ തല താഴ്ത്തി നിൽക്കും. അപ്പൊ അങ്ങനെ സൂം ചെയ്ത് ലൂഫിയെ കാണിക്കും. അവന്റെ ബോഡി ആണെങ്കിൽ മെലിഞ്ഞുണങ്ങി ഒരു സ്കെൽറ്റ് പോലെ ആയിരിക്കുകയാണ്. അവസാനത്തെ കുറച്ച് എനർജി അത് വെച്ച് അവൻ ഫുഡ് തായോ എന്ന് പറഞ്ഞ് നിലവിളിക്കും. ഇവാനാണെങ്കിൽ ഒരു സെക്കൻഡ് അങ്ങനെ ഫ്രീസ് ആവും. കാരണം 2 ദിവസം കൊണ്ട് എടുക്കേണ്ട ട്രീറ്റ്മെന്റ് ലൂഫി ഇപ്പോ ജസ്റ്റ് മണിക്കൂറുകൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ മാനേജർ ടൊമിനോ, അവളാണെങ്കിൽ ഇപ്പൊ വാർഡന്റെ അടുത്തേക്ക് വരികയാണ്. വാർഡൻ ഇപ്പോഴും ബാത്റൂമുമായിട്ട് നിർത്താതെ ഫൈറ്റിലാണ്. ഇവിടെ ഇവാനും ടീമും ആണെങ്കിൽ കിട്ടിയ ഫുഡ് എല്ലാം തന്നെ ലൂഫിക്ക് കഴിക്കാനായി ആ ഡോറിനകത്തേക്ക് കൊടുക്കും. ലൂഫി സെക്കൻഡുകൾ വെച്ച് ആ ഫുഡ് മുഴുവൻ അങ്ങനെ തിന്ന് തീർക്കുകയാണ്. ആ ഫുഡ് മുഴുവൻ കഴിച്ച് ഇപ്പൊ പതിയെ അവന്റെ ബോഡി അത് നോർമലാക്കും. എന്നിട്ട് ഉച്ചത്തിൽ നിലവിളിച്ച് ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.